എല്ലാവർക്കും നമസ്കാരം. പോടാലിയിൽ പാമ്പുകടിയേറ്റ് കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുന്ന അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കുന്ന വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനോഷിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അപ്പോളോ ഹോസ്പിറ്റൽ പുറത്തുവിട്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ, ജീവിതത്തിലേക്ക് സന്തോഷവാനായി തിരിച്ചു വരുന്നതും പ്രാർത്ഥിക്കുന്നത്. പലരും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് ആ ഒരു മോനെങ്കിലും തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇന്ന് രാവിലെ നടത്തിയ ക്ലിനിക്കൽ വിലയിരുത്തലിൽ രോഗിയുടെ പുരോഗതിയുടെ പ്രോത്സാഹനജനകമായ ലക്ഷണങ്ങൾ കാണുന്നു. അയാൾക്ക് ബോധമുണ്ട്, കണ്ണുകൾ തുറക്കുന്നു, വാക്കാലുള്ള കമാൻഡുകൾക്ക് പ്രതികരിക്കുന്നു. എന്നിരുന്നാലും ശേഷിക്കുന്ന ന്യൂറോ മസ്കുലാർ ബലഹീനത കാരണം കുറഞ്ഞ മയക്കത്തിൽ അദ്ദേഹം വെന്റിലേറ്ററിന്റെ പിന്തുണയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രോഗി തുടർച്ചയായ മെഡിക്കൽ മാനേജ്മെന്റിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു. നിലവിലെ പുരോഗതി ആശ്വാസകരമാണെങ്കിലും സ്ഥിരമായി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അത് ഉറപ്പാക്കാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ സംഘം ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു. ക്ലിനിക്കൽ പുരോഗതി അടിസ്ഥാനമാക്കി വരും ദിവസങ്ങളിൽ വെന്റിലേറ്റർ പിന്തുണയിൽ നിന്നും ക്രമേണ മാറ്റുന്നതായിരിക്കും എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. കണ്ണുകൾ തുറന്നു സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചു മോന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജെഫേസിന്റെ ഫോളോവേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം നമുക്കറിയാം ആ വീട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി. ഇളയ മകൻ അൽജോയുടെ മൃതസംസ്കാരം കണ്ണീർ കടലായി മാറി. ആ മാതാപിതാക്കൾ ആ കുഞ്ഞുമോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയായിരുന്നു. ആ കുഞ്ഞുമോനെ കുടുംബ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്ന ആ നിമിഷങ്ങൾ, അതായത് ഒരു കുടുംബത്തിനും താങ്ങാനാവാത്ത, മനസാക്ഷിയുള്ള ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഒരു വേദനാജനകമായ സ്ഥിതിവിശേഷം തന്നെയായിരുന്നു കാവുങ്ങ വീട്ടിൽ, കോടാലിയിലുള്ള കടമ്പോടുള്ള കാവുങ്ങ വീട്ടിൽ ഉണ്ടായിരുന്നത്. അൽജോ അങ്ങനെ യാത്രയായിരിക്കുന്നു. ചേട്ടൻ ഇപ്പോൾ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി കാണിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇതിനിടയിൽ കാലത്ത് കടമ്പോട്ട് കാവുങ്ങൽ വീട്ടിൽ ഈ പാമ്പ് കടിച്ച അതേ മുറിയുടെ മുന്നിലായിട്ട് തന്നെ വീണ്ടും ഇതേ ഇനത്തിൽപ്പെട്ട വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പിനെ വീണ്ടും കണ്ടു, നാട്ടുകാർ പിടികൂടി. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ തന്നെ ഇത്തരം ഈ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടിന്റെ പരിസരങ്ങളിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതൊരു ചെറിയ ഒരു കുഞ്ഞായിട്ടാണ് കാണാൻ സാധിച്ചുള്ളത്. ഇതുപോലുള്ള സംഗതികൾ ആ വീടിന്റെ പരിസരങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും. ഈ വീടിന്റെ മുകൾ വശത്താണ് ഇവരെ പഴയ വീട് ഉള്ളത്. അതൊരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കല്ല് വെച്ചുണ്ടാക്കിയ ഒരു വീടാണ്. സ്വാഭാവികമായിട്ട് ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ഈ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ടീം. എന്തായിരുന്നാലും ഈ കുടുംബത്തിലെ കോടാലി കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ അൽജോ നമ്മെ വെട്ടുവിരിഞ്ഞ് യാത്രയായിരിക്കുന്നു. ചങ്ക് തകർക്കുന്ന, മനസ്സ് തകർക്കുന്ന അത്രയും വേദനാജനകമായ നിമിഷങ്ങളായിരുന്നു മൃതസംസ്കാരത്തിൽ കണ്ടത്. മറ്റൊരു മകൻ അപ്പോളോ ഹോസ്പിറ്റൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നമുക്ക് വീണ്ടും നമ്മുടെ വിശ്വാസങ്ങളോട് പ്രാർത്ഥിക്കാം. മനുഷ്യൻ ബലഹീനനാണ്, എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കൈപ്പരിധിക്ക് അപ്പുറത്തുള്ള ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ ആ മകനെ തിരിച്ചു കൊണ്ടുവരട്ടെ. കണ്ണുകൾ തുറന്ന് പൂർണ്ണ ആരോഗ്യവാനായി അനോഷ് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. നമുക്ക് ആ ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.